ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളോടൊരു ചോദ്യമാണ് കേട്ടോ. നിങ്ങളിതുവരെയും പരിപ്പും പുളിയും പിഴിഞ്ഞൊഴിക്കാത്ത സാമ്പാർ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാമ്പാർ ഇന്നുണ്ടാക്കാം. അതിന് വേണ്ട എന്തൊക്കെയെന്ന് വെച്ചാൽ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, വേണ്ടാന്നുള്ളവർക്ക് ഉപയോഗിക്കേണ്ട, അത്ര തന്നെ. ബാക്കിയുള്ള പീസ് എന്തൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നോക്കാം. സവാളയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായയുണ്ട്, പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഷുഗർ ഉള്ളവർക്കും ഗ്യാസ് ഉള്ളവർക്കും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. വെണ്ടയ്ക്ക, മത്തങ്ങ, അതുപോലെ തന്നെ വഴുതനങ്ങ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സീസൺ മുരിങ്ങയ്ക്ക സീസൺ ആയതുകൊണ്ട് മുരിങ്ങയ്ക്ക, പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മൾ കുറച്ച് അമരയ്ക്ക ചേർക്കും കേട്ടോ. ഇത് നല്ല പിഞ്ച് അമരയ്ക്കയുണ്ട്, നല്ലതാട്ടോ. പിന്നെ നമുക്ക് പടവലങ്ങ, തടിയൻക, ഇത്ര സാധനങ്ങളാണ് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നതിലേക്ക് ഇടുന്നത്. ഇതിൽ കൂടുതൽ പച്ചക്കറി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ കുറവ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ക്യാരറ്റ്, അമരയ്ക്ക, സവാള, കായ, ഉരുളൻകിഴങ്ങ്, വെണ്ടയ്ക്ക, മത്തങ്ങ, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, മല്ലി ഇല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്ന്. ഇതിപ്പം മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൃത്തിയായിട്ട് കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാമ്പാറാട്ടോ ഇത്. നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാം കൂടെ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഉൾപ്പെടെ എല്ലാം നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ സാധനങ്ങളായിട്ട് നമുക്കിടാം. അപ്പം നമ്മൾ ആദ്യം മുരിങ്ങയ്ക്കൊക്കെ ഇട്ടു, പിന്നെ നമ്മൾ നമ്മൾ കട്ട് ചെയ്തതനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആയിട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉപയോഗിക്കാം. ഇത് തലതിരിച്ച് വെട്ടിയെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. സാമ്പാർ പൊടി ഇട്ട ശേഷം നമ്മൾ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് നമ്മുടെ പച്ചക്കറി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇടാം. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, അത് എരിവനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. നമ്മൾ സാമ്പാർ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊടികളൊന്നും ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട. ഈ ഒരു പച്ചക്കറി നമ്മൾ അരിഞ്ഞെടുത്തതിൻ്റെ ഒരു താഴെ വരെ നിന്നാൽ മതി. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളൊരു സ്പൂണല്ല കേട്ടോ, തവി എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ശരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടി. നമ്മൾ NS കായം കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് പാകത്തിന് കായപ്പൊടിയും കൂടി ഇടുക. ഇപ്പം നമ്മൾ ഉപയോഗിച്ച സാമ്പാർ പൗഡറിനകത്ത് കായവും ചേർന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇടണം കായം പിന്നിടുമ്പോൾ. പിന്നെ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചു. നമ്മുടെ കുക്കറിനൊരു 2 വിസിൽ മതി കേട്ടോ. 2 വിസിലിന് നമ്മുടെ സാമ്പാർ വെന്ത് കിട്ടും, കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. ചില കുക്കറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3 വിസിലായിരിക്കും. അപ്പം നമ്മുടെ കുക്കർ എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. അതിന് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുക്കാനായിട്ട് കടുകിട്ട് പൊട്ടിക്കുകയാണ്. നമ്മൾ കൂട്ടത്തിൽ കുറച്ചൊരു ഉലുവയും കൂടെ 2-3-4 മണി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അതും ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉലുവയാണ് ഇടേണ്ടത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കിയാൽ മതി. ശേഷം നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് ഉള്ളിയൊക്കെ ഒന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ആകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കുക്കറൊക്കെ തുറക്കാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു, പക്ഷെ ഉടഞ്ഞിട്ടില്ല. നമുക്ക് ഉടച്ചെടുക്കണമെങ്കിൽ ഒന്നുകൂടെ വെച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ കടുക് വറുത്തതൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ കറി. ഒരുപാടൊന്നും കുറുകൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ സാമ്പാർ പാകത്തിന് വെന്ത് വറ്റി വരും. അപ്പം നോക്കിയേ, കാണാൻ തന്നെ ഒരു നിറമാണ്, നല്ല നിറമാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ കേട്ടോ ഇത്. അപ്പം നമ്മൾ സാമ്പാറൊക്കെ വെച്ച് ചോറ് കഴിക്കാനാണ് പോയത്. അതുപോലെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് വേണമല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.